ഏറ്റവും കൂടുതൽ ചർച്ചയുടെ മറ്റുണ്ടല്ലോ പാലക്കാട്. കാരണം ഇലക്ഷന് തലേ ദിവസം മുമ്പ് തന്നെ രാഹുൽ ഉപതെരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു പെട്ടി വിവാദം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇലക്ഷന് തലേ ദിവസം തന്നെ ഒരു പൈസ കൊടുത്ത് ഒരു വിവാദം ഉണ്ടായിരുന്നു, ഒരു ഫോൺ കോൾ വിവാദം ഉണ്ടായിരുന്നു. പാലക്കാട് BJP കോട്ട എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ശോഭാ സുരേന്ദ്രൻ. കോൺഗ്രസിന് രാഹുലിന്റെ ഈ പീഡന പരമ്പര രാഹുലിന് സീറ്റ് കൊടുത്തില്ല, പകരം ഒരു സിനിമ നടന്ന് നിർത്തി. കാരണം അവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനും സീറ്റ് കൊടുത്ത സിനിമ നടത്തുന്നു. സെയിം അവസ്ഥ തന്നെ CPM സ്ഥാനാർത്ഥിയെ നേതാവ് നിർത്താതെ പ്രസാദ് എന്ന സ്വതന്ത്ര സ്ഥാനത്ത് എത്തുന്നു. ഈ രണ്ട് സ്വതന്ത്ര സ്ഥാനത്തിൽ തോൽപ്പിച്ചുകൊണ്ട് പാലക്കാട് ഇങ്ങനെ പണത്തിന്റെ വിവാദം നടത്തുമ്പോൾ ശോഭയ്ക്ക് ജയിക്കാൻ പറ്റുമോ? ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, മുസ്ലിം വോട്ട് കുറച്ചെങ്കിലും ശോഭയ്ക്ക് കിട്ടണം. പ്രത്യേകിച്ച് കണ്ണാടി പോലുള്ള പഞ്ചായത്തുകളിൽ ബ്ലോക്കായിട്ട് ഷാഫി പറമ്പലിന് വോട്ട് പോകുന്ന സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യവും ശ്രീധരനെ ജയിച്ച് വരുമെന്നുള്ളൊരു സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് കണ്ണാടി പോലുള്ള ഭാഗം അവസാനമാണ് എണ്ണിയത്. അത് കണ്ണാടി പഞ്ചായത്തെല്ലാം വളരെയധികം മുസ്ലിം വോട്ടുള്ള പഞ്ചായത്താണ്. അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്, ശിവരാജൻ, പ്രമീള ദേവി, പിന്നെ അതുപോലെ തന്നെ പ്രശാന്ത് ശിവൻ, 3 നേതാക്കളും അവിടെ ഉണ്ട്. 3 പേരും ഉണ്ട്. ആ 3 പേരും പല ഗ്രൂപ്പുകളായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് വേണം BJPയെ കുറിച്ച് വിലയിരുത്താൻ. കേരളത്തിൽ എവിടെയൊക്കെ അവർ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവർ അധികാരം കളഞ്ഞിട്ടുണ്ട്. പന്തളം മുനിസിപ്പാലിറ്റി അവർ കളഞ്ഞു. തിരുവനന്തപുരത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് അവർ കളഞ്ഞു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് അവർ കളഞ്ഞു. പ്രധാനമന്ത്രി കല്ലിയൂർ പഞ്ചായത്ത് അവർ കളഞ്ഞു. വെങ്ങാനൂർ പഞ്ചായത്ത് അവർ കളഞ്ഞു. എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവർ കളഞ്ഞിട്ടുണ്ട്. പന്തളം നഗരസഭയിൽ ഇപ്രാവശ്യം ശബരിമല വിഷയം ഇത്രയും കത്തിട്ട് നിന്നിട്ട് പോലും പന്തളം നഗരസഭ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് അണ്ടർ കറൻസ് ഒന്നും ഉണ്ടാവാതിരിക്കുക, മുസ്ലിം വോട്ട് കുറച്ച് പിടിക്കാൻ കഴിയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ. സുഭാഷ് സാറ് പറഞ്ഞതിൽ ഒരു കൂട്ടിച്ചേർക്കൽ വേണ്ടി വരുന്നത് ഈ മുസ്ലിം വോട്ടുകൾ, പാലക്കാടിലെ മുസ്ലിം വോട്ടുകളെ സംബന്ധിച്ചിട്ട് ഇപ്രാവശ്യം ഇടതിൻ്റെ സ്ഥാനാർത്ഥി NMR റസാഖാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് വോട്ട് അത് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളി ഒരു വ്യവസായിയാണ്, വലിയ പേരുള്ള ആളാണ്, ഹോട്ടൽ ശൃംഖല നടത്തുന്ന ഒരാളാണ്, ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യത്തില്ല. പിന്നെ 2, ഈ കോൺഗ്രസ് അവിടുത്തെ കഴിഞ്ഞ കുറച്ചുകാലം ഉണ്ടാക്കിയിട്ടുള്ള ഈ വിവാദങ്ങൾ, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നീട് ഒരു കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട്, പ്രശ്നോധന കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ, അതൊക്കെ നന്നായിട്ട് ഫീൽഡിൽ വർക്കായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ അവസാന ദിവസം ഈ കലാശക്കൊട്ടിനെ കണ്ട സ്ത്രീകളുടെ ഒരു പട ശോഭാ സുരേന്ദ്രന് വേണ്ടി കേരളത്തിലെ ഒരു മണ്ഡലങ്ങളിലും ഇതുപോലെ സ്ത്രീകൾ ഒരു കാൻഡിഡേറ്റ് വേണ്ടി രംഗത്തിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. അല്ല, അങ്ങനെയല്ല. അതല്ല, മോദി വരുമ്പോൾ ഉള്ള സാന്നിധ്യത്തിനല്ല നമ്മൾ ഒരു കാൻഡിഡേറ്റ് വേണ്ടി പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. കാരണം കേരളത്തിൽ സ്ത്രീകൾ ഇങ്ങനെ വ്യാപകമായിട്ട് ഇറങ്ങുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 10,000-കണക്കിന് സ്ത്രീകൾ ഈ പറഞ്ഞതുപോലെ ശോഭയ്ക്കുണ്ടാകാൻ കാരണം സ്ത്രീത്വത്തെ അവമാനിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി ഒരു നടപടി എടുക്കാത്ത, രാഹുൽ മാങ്കൂട്ടം നടപടിത്തില്ല, മറ്റൊരു നടപടിത്തില്ല. എന്നിട്ടൊരു അഴാകുഴമ്പം മറുപടി പറഞ്ഞുകൊണ്ട് കിടന്ന KC വേണുഗോപാലും ഈ BD സേഷൻ ആളുകൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീത്വത്തെ അവമാനിക്കുകയാണ് ചെയ്തത്. അതിന് ആത്മാവിലുള്ള പാലക്കാട്ടുകാർ ഇവരെ തോൽപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാര്യം അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നത് വനിത ജയിക്കണം. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതാക്കളിൽ അവരൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഇന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അത് ജനകീയ പിന്തുണയിലായാലും ശരി, അല്ല ശരി, ഏത് ഒരു കവലയിൽ പോയി ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചാലും ഒരു മുന്നറിയിപ്പില്ല സംസാരിച്ചാൽ 1000 ആളുകൾ അവിടെ കൂടും. ആ ഒരു ഒരു കഴിവ് ആ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു മാസ് ബേസ്, ആ മാസ് ബേസ് വലിയ തോതിൽ ഇപ്രാവശ്യം പാലക്കാട് ഗുണം ചെയ്യും എന്നാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. നിർബന്ധമില്ല, വോട്ടായി മാറാൻ നിർബന്ധമില്ല. പ്രസംഗം കേൾക്കാൻ ആളുകൾ ഒരുപാട് പോകും. ആ കേൾക്കുന്ന പ്രസംഗക്കാരെല്ലാം വോട്ട് ചെയ്തോളൂ ഒരു നിർബന്ധമില്ല. കാരണം അത് വേറൊരു ശൈലിയാണ്. കാരണം വോട്ടെന്ന് പറയുന്നത് അന്ന് രാവിലെയുള്ള 1 മണിക്കൂർ നേരത്തെ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വോട്ട് ചെയ്യാൻ പോകുന്നു. ചിലപ്പോൾ ഭാര്യ ഒരാളിനെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണ, ഭർത്താവ് വേറെ ആളിനെ വോട്ട്. വണ്ടി ഇരുന്ന സൈഡിൽ നിന്ന് ഈ പ്രാവശ്യം അല്ലെ ചേട്ടാ ഈ പ്രാവശ്യം എന്ന് പറയുന്ന പോലും സ്വാധീനിക്കപ്പെടും. വോട്ടെന്ന് പറയുന്ന വേറൊരു തലത്തിൽ നിൽക്കുന്ന സാധനമാണ്. നമ്മളാരും പറയുന്ന പോലെ എളുപ്പമല്ല. അതുകൊണ്ടാണല്ലോ മാറി വരുന്നത് മുന്നണികൾ. ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടുമല്ലോ. ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടും. ഞാൻ ചോദിക്കട്ടെ, പത്തനാപുരത്ത് അങ്ങനെയാണെങ്കിൽ ഗണേഷ് ജയിക്കുമോ? ഗണേഷ് ഇതിനേക്കാൾ വലിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, ആദ്യത്തെ ഭാര്യയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എന്തെല്ലോ വിഷയങ്ങളുള്ളതാണ് പത്തനാപുരത്ത്. ഇപ്രാവശ്യം ജയിക്കും. ഇപ്രാവശ്യം ജ്യോതികുമാർ ചാമക്കാല ജയിക്കുകയാണെങ്കിൽ 5 വർഷം അവിടെ നിന്നതിൻ്റെ പേരിലുള്ള ജയമാണ്.
അല്ലാതെ പെട്ടെന്ന് പോയെങ്കിൽ ജ്യോതി ഗണേശ് ജയിച്ചാലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഗണേശ് ജയിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അല്ലെങ്കിൽ മറ്റാരായാലും. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം കോൺഗ്രസ്സുകാർ നിർത്തിയെന്ന് വിചാരിക്കുക, സാർ വിചാരിക്കുന്നുണ്ടോ പാലക്കാട് തോപ്പിക്കുമെന്ന്? തോപ്പിച്ചുകൂടാത്ത സാർ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ ചോദിക്കണം, ഇവിടെ ജനാധിപത്യത്തെ കുറിച്ച് സാർ വാചാലുമാവരുത്. പിണറായി വിജയൻ എത്ര തവണ അവിടെ ജയിക്കുന്നു? PJ ജോസഫ് സാർ എത്ര തവണ ജയിച്ചു? KM മാണി എത്ര തവണ ജയിച്ചു? KR ഗൗരിയമ്മ എത്ര തവണ ജയിച്ചു? അവിടെയൊക്കെ എന്ത് ജനാധിപത്യം? പറയൂ സാർ, ഒരു പ്രാവശ്യം മാറ്റുമോ പിണറായി വിജയനെ? പിണറായി നിൽക്കുന്നിടത്തല്ല പിണറായി വിജയൻ ജയിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും പിന്നെ ഒരു പ്രശ്നമുണ്ട്, 4000 2000 എന്നൊക്കെ പറഞ്ഞ് വെള്ളം കുടിച്ചാണ് പലപ്പോഴും ജയിക്കുന്നത്. മറ്റത് അങ്ങനെയല്ലോ. അതെ, കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ ശാപമാണത്. കാരണം ഈ പറഞ്ഞതുപോലെ ഓരോ നേതാക്കള് അവരുടെ, അതുകൊണ്ട് നമ്മൾ വലിയ ജനാധിപത്യത്തെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞു പോകരുത്. ഈ അങ്ങനെ പറയുന്ന സമയത്ത് ഈ വലിയ നേതാവ് നമ്മൾ പ്രഖ്യാപിക്കുന്ന പിണറായി വിജയന് പോലും ധർമ്മടന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തതിന്റെ സാഹചര്യം ആയിക്കോട്ടെ. പക്ഷെ അയാൾ പുറത്തിറങ്ങി അകത്തിറങ്ങി അദ്ദേഹം അവിടെ നല്ല വോട്ടിന് ജയിക്കും, നല്ല വോട്ടിന് പ്രാവശ്യം ജയിക്കും, 10 വർഷമായിട്ട് ജയിക്കും. അദ്ദേഹം 77 ആദ്യമായിട്ട് മത്സരിക്കുന്നത്. ഇപ്പോൾ വർഷം 2026 82 വയസ്സായി. ഇപ്പോഴെന്ത് ജനാധിപത്യം? അപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ വർത്തമാനം പറയുമ്പോൾ നമ്മൾ വലിയ ആവേശപ്പെടരുത്. പിന്നെ കുറേ മണ്ഡലങ്ങളിൽ ജനങ്ങൾ മാറിയും തിരിഞ്ഞും തെക്കൻ തിരുവിതാംകൂറിൽ ജനാധിപത്യത്തിലാണ്, ജനാധിപത്യത്തിന്റെ ഭംഗി കൊണ്ടാണ് പിണറായി വിജയൻ ജയിക്കണം എന്നുള്ള നിരീക്ഷണം അല്ലെന്നേ. ഭംഗിയല്ല, ഭംഗികേടുണ്ട്. ഞാൻ പറഞ്ഞു തിരിച്ചാണ് പറഞ്ഞത്, ജനാധിപത്യത്തിൽ ഭംഗി ഉണ്ടായിരുന്നേ മാറി വരുമായിരുന്നു. എങ്ങനെ അല്ല, ആ സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയ സാഹചര്യം ആകെ മാറിയില്ലേ? അതായത് രാഷ്ട്രീയ സാഹചര്യം മാറി. പിന്നെ നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കൗൺസിൽ തെരഞ്ഞെടുപ്പിന് ജയിക്കാത്തത് അല്ലല്ല. ഒരു പൊളിറ്റിക്കൽ, ഞാൻ പറയട്ടെ, ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് വരാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു ചെറിയ ഇഷ്യൂ അത് ഈ പറഞ്ഞാല് മൊത്തം നേരത്തെ നമ്മൾ പിന്നെ ഈ എന്താണ് PC ജോർജിന്റെ കേസ് പറഞ്ഞില്ലേ, ഒരു ചെറിയ വിഷയം മതി, അത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കത്തിക്കും. അത് സ്വാഭാവികമായിട്ട് അത് കുറെ ആളുകൾ എല്ലാവരും സ്വാധീനിക്കുന്നില്ല, കുറെ ആളുകൾ. സാറേ, അനിൽ സാറേ, എങ്കിൽ പിന്നെ പ്രമീള ദേവി അവിടെ നല്ല ഭൂരിപക്ഷം തരുന്ന പാലക്കാട് നഗരസഭ വീണ്ടും നല്ല ഭൂരിപക്ഷത്തെ വരാത്തത് അത് സാറിനെ സൂചിപ്പിച്ചല്ലോ. എന്താ കാര്യം? അവർ തമ്മിലുള്ള ഗ്രൂപ്പിസം, അത് പാലക്കാട് എല്ലാ കാലത്തും ഒരു ഗ്രൂപ്പിസമാണ്. പാലക്കാട് രാഹുൽ മത്സരിച്ച സമയത്ത് പാലക്കാട് നഗരസഭ ഭരിച്ച BJP ആണ്. അതെന്തുകൊണ്ട് പിടിച്ചില്ല? എന്തോ ആ വോട്ട് എന്തുകൊണ്ട് BJP ജയിച്ചില്ല രാഹുൽ മാധവ് മത്സരിച്ചപ്പോ? അല്ല, ഈ അവർക്ക് കിട്ടാൻ പിരിയാരി പഞ്ചായത്ത്, മൂത്താന്തറ, ഈ 2 പഞ്ചായത്തുകളിലാണ് BJP ഹോൾഡുള്ളത്. പ്രത്യേകിച്ച് അത് മാത്രമല്ല ഈ നഗരസഭ പരിധിയിൽ ഈ 3 സ്ഥലങ്ങളിലാണുള്ളത്. പക്ഷേ മറ്റ് നേരത്തെ സാറ് കണ്ണാടി എന്ന് പറയുന്നത് അല്ല, അവിടെ നിന്നുള്ള നേരത്തെ മുസ്ലിം വോട്ട് കൺസോൾട്ടേറ്റ്, ഷാഫിയുടെ നേരത്തെ അവിടെയുള്ള മുസ്ലിം വോട്ട് കൺസോൾട്ടേറ്റ് നമ്മൾ ഈശ്വരിയ മത്സര സമയത്തുള്ള നോക്കിയാൽ മതി, മനസ്സിലായി. മുസ്ലിം വോട്ട് അങ്ങോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഹിന്ദു വോട്ട് ഇങ്ങോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാൻ എന്താ ചോദ്യം? അല്ല, അത് ഈ കുറി ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ ചേർത്ത കൺസോൾട്ടേഷൻ ഇക്കുറി ഉണ്ടാവും. ഇക്കുറി കേരളത്തിലെ എല്ലാം പല മണ്ഡലങ്ങളിലും അതിന്റെ ഒരു കൺസോൾട്ടേഷന്റെ ഗുണം BJP കിട്ടുന്നതാണ് എന്റെ ഒരു കണക്ക്. അങ്ങനെ വരില്ല. കാരണം ഇയാൾ വോട്ട് പിടിക്കില്ലെന്ന് പറയാൻ പറ്റൂ. ആര്? പിഷാരടി വോട്ട് പിടിക്കില്ല. അയാൾ ഹിന്ദു അല്ലേ? ഹിന്ദു മാത്രമല്ല, വേറെ എന്താ ഭാഷയുണ്ട്. പിഷാരടി ആരാണ്? പാലക്കാട് ഹിന്ദുക്കളിൽ കുറച്ച് മുന്നോക്കക്കാരാണ് കൂടുതൽ. പിഷാരടി ആരാ? മുന്നോക്ക സമുദായക്കാരനാണ്, പിന്നോക്കക്കാരനല്ല. അല്ല, പിഷാരടി റെപ്രസെന്റ് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടല്ലേ പെണ്ണുപിടിയന്മാർ. പിന്നെ അതൊക്കെ ജനത്തിനകത്ത് ജനത്തിന്. ഞാൻ ശശി തരൂർ ഇവിടെ കത്തി നിന്നപ്പോഴാണ് ശശി തരൂർ ജയിച്ചത്, ഇപ്പോഴല്ല. ശശി തരൂരിന്റെ വൈഫുമായിട്ടുള്ള പ്രശ്നം കത്തി നിന്നപ്പോഴാണ് ഇവിടെ ശശി തരൂർ ജയിച്ചത്. അല്ല, ആ ഒരു സാഹചര്യം മാറണമെന്നാണ് മാറണമെന്ന് സാറിന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ സത്യസന്ധമായി ഇവിടെ ഞാൻ ഇപ്പൊ തന്നെ പറയട്ടെ ഇത് തന്നെ സാറ് തർക്കത്തിന് വേണ്ടി പറയല്ല. ശശി തരൂരിന്റെ ഈ വിഷയം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു ഷെയിംഫുൾ ആയിട്ട് വന്നിട്ടുണ്ടോ? ഒരിക്കലും വന്നിട്ടില്ല. സ്ത്രീകൾ അങ്ങനെ നോക്കി ഒരു സ്ത്രീയെ കൊന്നതിൽ അല്ലെങ്കിൽ മരിച്ചതിലോ കൊന്നതിലോ എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ശശി തരൂരിന് ബന്ധമുണ്ടെന്നൊക്കെ ഉള്ള വാദങ്ങൾ ഒരുപാട് കത്തി നിന്ന സമയത്ത് അദ്ദേഹം ഓടി പിടിച്ചു. അപ്പൊ അതുകൊണ്ട് ജനത്തിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ കയറി അങ്ങോട്ട് പറയരുത്. ഇനിയിപ്പോ എന്തൊക്കെ തെറ്റ് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് പ്രശ്നം. കാരണം എന്ത് തെറ്റ് ചെയ്താലും ജനം അവർക്ക് വോട്ട് കൊടുത്തുള്ള ആ ധാരണ ഇക്കുറി തെറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ത് തെണ്ടിത്തരം കാണിക്കാനുള്ള അല്ല രാഷ്ട്രീയം. ഈ BJPക്ക് എവിടെ വോട്ട് കൂട്ടാനുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ ശോഭാ സുരേന്ദ്രൻ? നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അവർ ഓടി നടക്കാൻ അവർ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് അവർ മണ്ഡലം ആലപ്പുഴ കൊടുക്കുന്ന മണ്ഡലം ഓടി നടക്കാൻ പാടില്ല. 2 സംസാരം PC ജോർജിന്റെ അനിയത്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഒരു സംസാരത്തിൽ പ്രശ്നമുണ്ട്. കാരണം അവർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ആലപ്പുഴയിൽ ഒരു ചെറിയ ഒരു നേതാവിനെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലേ, അവർക്ക് അല്ലാതെ കൈകാര്യം ചെയ്യാമല്ലോ. അല്ലേ, ഇലക്ഷൻ കഴിഞ്ഞാലും ഇങ്ങനെയാണോ തട്ടിക്കളയും അല്ലെങ്കിൽ പല്ലടിച്ച് ഒഴിക്കുമെന്നൊക്കെ അങ്ങനെയാണോ ഒരു നേതാവിനെ കൈകാര്യം ചെയ്യുക? അല്ലാതെ അവർ കൈകാര്യം ചെയ്യാമല്ലോ. അവരെ സെയിം പാർട്ടിയല്ലേ. മറ്റൊരു പാർട്ടി ആണെങ്കിൽ നമുക്ക് പറയാം സെയിം പാർട്ടിയല്ലേ.
അതുപോലെ പണം കൊടുത്തു എന്ന് പറയുന്ന കാര്യത്തിൽ അതിലൊക്കെ ഉരുണ്ട് പെരണ്ട് ആകെ നാശക്കോട്ടയാക്കി ആ വിഷയത്തിൽ. തിരിച്ചറിയില്ലേ ഈ പണം കൊടുത്തതും ഈ ഫോൺ കോൾ പുറത്തു പറഞ്ഞത്? അല്ല, ഈ പണം കൊടുത്തു എന്ന് പറഞ്ഞത് തന്നെ അതൊരു നാടകമാണെന്നുള്ള കാര്യം ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം അത് ഈ പറഞ്ഞ പോലെ ഈ ഫാബ്രിക്കേറ്റഡ് ആണ് സാധനം. കേരളത്തിൽ ഫാബ്രിക്കേറ്റഡ് എന്തെല്ലാം സാധനം ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു സാധനമായിട്ട് തന്നെ കണ്ടാൽ മതി. അത് അവർ തന്നെ കോൺഗ്രസ് തന്നെ അതിന് നാണം കിട്ടും എന്നുള്ളതാണ് ആ സാധനം ഇറക്കി. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോയിരിക്കുകയല്ലേ കേസുമായിട്ട്? അത് നടക്കട്ടെ സാറേ, കേസ് നടക്കട്ടെ. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെയല്ല, അത് രണ്ടും കൂടെ പറയരുത്. ഒരൊറ്റത്ത് പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, രണ്ടാമത് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. അത് രണ്ടും കൂടെ പറയരുത്. അങ്ങനെ പറയണ്ടേ? പിന്നെ ഞാൻ ചോദിച്ചാൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, തെറ്റ് ചെയ്തു ഒരു ഭാഗം പറയുമ്പോൾ ശരി, തെറ്റ് ചെയ്തു. അല്ല, ഒരു ഭാഗം പറയുന്നല്ല, ഞാൻ ഒരു ഭാഗം പറയുന്നത് നമ്മൾ ഞാൻ പറയട്ടെ. കഴിഞ്ഞ 20 വർഷമായിട്ട് അനിൽ സാർ വിശ്വസിക്കുന്നുണ്ടോ അവരിത് ചെയ്യും? പൈസ വാങ്ങിക്കില്ല വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവര് പൈസ വാങ്ങിക്കില്ലെന്നല്ല, അവര് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി പണം കൊടുത്തിട്ടുണ്ടോ? എന്നാ പിന്നെ മറ്റുള്ള മുമ്പുള്ള ഇലക്ഷനിൽ ഞാൻ വന്നിട്ടില്ലല്ലോ. അത് സാറല്ല, കോടതി പറയുന്ന ന്യായം പറയരുത്. എന്റെ പ്രതി 40 വർഷമായിട്ട് നടക്കുന്ന ഒരു ദിവസം പോലും തെറ്റിച്ചിട്ടില്ല എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ തരികട കാണിക്കുന്ന പാർട്ടിയാണ് CPM. അതായിരിക്കും. അതുകൊണ്ട് അവരെന്ത് താരണ പരിപാടിക്ക് വരെ അതൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ല, ശോഭാ സുരേന്ദ്രൻ ആ വീഡിയോയിൽ ഒരു സ്ത്രീ പോയി ആ ഒരു അമ്മയുടെ അടുത്ത് പോകുന്നു, തിരിച്ചു പോകുന്നു, കാറിന്റെ അടുത്തൂടെ പോകുന്നു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം പൈസ കൊടുത്തു എന്നാണ്. ശോഭാ സുരേന്ദ്രൻ ആളെന്ന് എൻ്റെ അർത്ഥം. ഇതൊക്കെ വിശ്വസിക്കുന്ന മലയാളികളുടെ ഗതികേടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബുദ്ധിയുള്ള മലയാളിയൊന്നും അംഗീകരിക്കില്ല. ഇതൊക്കെ എല്ലാ പാർട്ടി അടങ്ങുന്നതല്ലേ? പിന്നെ നീ വീട്ടിൽ പോയി ചോടയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുള്ള നാടാണിത്. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ കുറ്റം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തോറ്റു പോണത്. കണക്ക് പുറത്തെന്ന് പറയുന്നത് നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അല്ലല്ല അനിൽ സാർ അങ്ങനെ പറയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്രാവശ്യം മുഖ്യമന്ത്രി പറഞ്ഞു നീ വീട്ടിൽ പോയി ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്രാവശ്യം അങ്ങനെ അനിൽ സാർ പറഞ്ഞ ഇപ്രാവശ്യം പിണറായി വിജയൻ തോറ്റു പോകണമെങ്കിൽ, പിണറായി വിജയൻ അല്ല LDF തോറ്റു പോകണമെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അത് സംശയം തന്നെ, ഇദ്ദേഹം തന്നെ തന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളൊരു ശോഭ പിന്നെ മുഖ്യമന്ത്രിക്ക് ആര് ഈ പണം കൊടുത്തതും ഈ ഫോൺ കോൾ പുറത്തു പറഞ്ഞത്? അല്ല, ഈ പണം കൊടുത്തു എന്ന് പറഞ്ഞത് തന്നെ അതൊരു നാടകമാണെന്നുള്ള കാര്യം ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം അത് ഈ പറഞ്ഞ പോലെ ഈ ഫാബ്രിക്കേറ്റഡ് ആണ് സാധനം. കേരളത്തിൽ ഫാബ്രിക്കേറ്റഡ് എന്തെല്ലാം സാധനം ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു സാധനമായിട്ട് തന്നെ കണ്ടാൽ മതി. അത് അവർ തന്നെ കോൺഗ്രസ് തന്നെ അതിന് നാണം കിട്ടും എന്നാണ് ആ സാധനം ഇറക്കി. പിണറായി വിജയൻ എന്ന വ്യക്തി ഇപ്രാവശ്യം തോറ്റു പോകുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണ മികവിന്റെ കുറവ് കൊണ്ടല്ല. കുറെ അഴിമതി കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 നാക്കും അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. അതുപോലത്തെ രീതിക്ക് ആര് പഠിക്കരുത്? മറ്റ് നേതാക്കൾ പഠിക്കരുത്. ഇനിയിപ്പോൾ ജൂനിയർസ് ഇപ്പം നാളെ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി ആവൂല എന്ന് ആർക്കറിയാം? നാളെ ഗവർണർ ആവൂല എന്ന് ആർക്കറിയാം? നമുക്കറിയില്ലല്ലോ. പൊളിറ്റിക്സ് അല്ലേ. എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് അവർ നാഷണൽ ലീഡറെ പോലെ എല്ലാവർക്കും അറിയാമെന്നുള്ള നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇതിൽ പക്വത കാണിച്ചേ കഴിയൂ. ഈ കാണിച്ചതിൽ 2 കാര്യത്തിലും അവരുടെ പ്രവർത്തികൾ യാതൊരു പക്വതയില്ലാത്തതാണ്. അവർ അതിൽ നിന്ന് മാറിയേ കഴിയൂ. ഇപ്പോൾ സാറ് സൂചിപ്പിച്ച ഈ പിന്നെ പിണറായി വിജയൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും പിണറായി വിജയനോട് എന്താണ് കമ്പയർ ചെയ്തില്ല. ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്തില്ല. കാരണം പിന്നെ പിണറായി എവിടെ നിൽക്കുന്നു, ശോഭ എവിടെ കിടക്കുന്നുള്ളത് നമുക്കറിയാവുന്നൊരു സാധനമാണ്. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാരണം ഇതല്ല. എല്ലാ പാർട്ടികളിലും ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ അല്ല അനിൽ സാർ അത് പറയുമ്പോൾ അനിൽ സാർ ഒരു ചെറിയ തർക്കമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി സാറേ പറയും. അതായത് 280 സീറ്റ് ഈ വനിതകൾക്ക് ഇന്ത്യയിൽ വരികയും കേരളത്തിൽ 140 എന്ന് പറഞ്ഞാൽ 210 സീറ്റാവുകയും 30 സീറ്റാവുകയും ചെയ്യുന്ന വനിതകളുടെ ഒരു കാലഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ പോലുള്ള ആൾ ഒരുപക്ഷെ ഞാൻ പറയുന്നത് പിണറായിയേക്കാൾ മുകളിൽ ചിലപ്പോൾ പോയേക്കാം. നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്ര ഒരു കാലമാണ് വരുന്നത്. അങ്ങനെ ഒരു കാലമാണ്. അവരൊരു സാധാരണ നേതാവല്ല. അവർ സംസ്ഥാന പ്രസിഡന്റായിട്ട് കഴിഞ്ഞ പ്രാവശ്യം BJP ആലോചിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കാൻഡിഡേറ്റിൽ MD രമേശിനോടൊപ്പം ഇവരെയും പേര് വന്നു. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ല. ഇവർ രാജീവ് ചന്ദ്രശേഖർ വന്നില്ല. ഇവരാരും സംസ്ഥാന പ്രസിഡന്റ്. ഇവർ ക്വാളിഫൈഡ് ആണോ ഇതുപോലത്തെ ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കാൻ? അല്ല, അതിൻ്റെ ന്യായമായ സംശയം എന്ന് പറയുന്നത് ഈ എല്ലാ പേരും ഈ ശോഭാ സുരേന്ദ്രനെ നന്നാക്കാൻ അടക്കം മറ്റു പാർട്ടികളിലുള്ളവരെ ആർക്കും നന്നാക്കണ്ട. ശോഭാ സുരേന്ദ്രനെ നന്നാക്കി അടങ്ങോളം എന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പൊ അത് തന്നെ അതെന്തുകൊണ്ട് അശ്വിനെ പറയുന്നില്ല? അല്ല, എന്തുകൊണ്ട് ശ്രീലേഖ പറയുന്നില്ല? പഠിക്കണ കുട്ടികളെ തോറ്റുപോയ ആളുകൾ പറയും. പഠിക്കാത്ത കുട്ടികൾ ഒരുപാട് വീട്ടിലുണ്ട്, ആരും പറയില്ല. ആയിക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ അല്ല, ഞാൻ ചോട്ടെ മറ്റൊരു പാർട്ടിയിലെ നേതാക്കളെ ഞാൻ പറഞ്ഞ അതിൽ അവരുമായിട്ട് ഒന്നും ഒരു കമ്പാരിസനും ഇല്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി തോറ്റു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിരിപ്പും കൂടെ കൊണ്ടാണ്. ശോഭാ സുരേന്ദ്രൻ ഇതാണ് കയ്യിരിപ്പെങ്കിൽ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയമായി അപകടമുണ്ടാകും എന്നേ ഞാൻ പറഞ്ഞോളൂ. അതെ.